തുടർന്നുള്ള 5 ദിവസം ഈ വാഹനവും ഈ ഗൈഡുമാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുക. മിസ്റ്റർ റംസിയാണ് ഞങ്ങളുടെ ഇസ്രായേൽ ഗൈഡ്. ഇവിടെ നിന്ന് നസറത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമാണ് ഈ യാത്രയ്ക്കുള്ളത്. 1948 ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ രൂപം കൊണ്ടത്. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത ആ കാനാൻ ദേശത്തേക്ക് ഞങ്ങളും പ്രവേശിച്ചു. വളരെ ചെറിയ ഒരു രാജ്യമാണിത്. നോർത്ത് ടു സൗത്ത് 470 കിലോമീറ്റർ ദൈർഘ്യം മാത്രം. 27,799 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. മൊത്തം ജനസംഖ്യയുടെ 74% യഹൂദരാണ്. 18% മുസ്ലിങ്ങളും 2% ക്രിസ്ത്യാനികളും. ഏതാണ്ട് 1.6% ഡ്രൂസുമാണ് ഇവിടെ വസിക്കുന്നത്. 2025 പുതിയ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 10.15 മില്യൺ ആൾക്കാരാണ് ഇവിടെ വസിക്കുന്നത്. ഈ രാജ്യം വളരെ സമ്പന്നമാണ്. കയറ്റുമതിയാണ് പ്രധാന വരുമാനം. ടെക്നോളജി, ഡയമണ്ട്, ഫാർമ ഈ മേഖലകളിലാണ് പ്രധാന കയറ്റുമതി. ടൂറിസത്തിനും നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. ലെബനോൻ, ഗോലാൻ ഹൈറ്റ്സ്, സിറിയ, പാലസ്തീൻ, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ഗാസ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുമായി ഈ രാജ്യം അതിർത്തി പങ്കിടുന്നു. ഞങ്ങൾ നസറത്തിലേക്ക് ബേറ്റ്ഷിയാൻ എന്ന നഗരത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതൊരു ജൂയിഷ് സിറ്റിയാണ്. ഇസ്രായേലിൽ അറബ് വംശജർ കൂട്ടമായി വസിക്കുന്ന സ്ഥലം അറബ് സിറ്റി എന്നും യഹൂദ വംശജർ കൂട്ടമായി വസിക്കുന്ന സ്ഥലം ജൂയിഷ് സിറ്റി എന്നും അറിയപ്പെടുന്നു. ഞങ്ങൾ നസറത്തിലെത്തി. അവിടുത്തെ പരമ്പരാഗത റെസ്റ്റോറൻറ്റിൽ നിന്ന് മനോഹരമായ ഉച്ചഭക്ഷണം എല്ലാവരും ആസ്വദിച്ചു. യേശുവിൻ്റെ കാലത്ത് നസറത്ത് തീരെ ചെറിയൊരു ഗ്രാമമായിരുന്നു. പഴയ നിയമത്തിൽ നസറത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നഗരമാണിത്. ശാഖ, മുള എന്നൊക്കെയാണ് നസ്രത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. നസ്സർ എന്ന ഹെബ്രായ പദത്തിൽ നിന്നാണ് നസ്രത്തിൻ്റെ ഉൽപ്പത്തി. സമുദ്രനിരപ്പിൽ നിന്നും 340 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം. യേശു തൻ്റെ ബാല്യം മുതൽ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കം വരെ ഈ പ്രദേശത്താണ് ജീവിച്ചത്. ഏകദേശം 16.5 സ്ക്വയർ കിലോമീറ്ററാണ് ഈ പ്രദേശം. ഏതാണ്ട് 77,000-നും 80,000-നും ഇടയ്ക്കാണ് ഈ സ്ഥലത്തിൻ്റെ ജനസംഖ്യ. ഇതൊരു അറബ് നഗരമാണ്. ജനസംഖ്യയുടെ 2% മുസ്ലിങ്ങളാണ്. 1% ക്രിസ്ത്യാനികൾ. നസ്രത്തിൽ ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് മേരീസ് വെൽ അഥവാ മാതാവിൻ്റെ കിണർ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയമാണ്. നടന്നാണ് ഞങ്ങൾ ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ കാണുന്നത്. മാതാവ് ഗബ്രിയേൽ മാലാഖയിൽ നിന്നും മംഗളവാർത്ത സ്വീകരിച്ചത് ഇവിടുത്തെ കിണറ്റിൽ വെള്ളം കോരാൻ വന്നപ്പോഴാണെന്ന് ഗ്രീക്ക് ഓർത്തഡോക്സുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ മംഗളവാർത്തയുടെ ദേവാലയമായി അവർ അതിനെ കരുതുന്നു. അവിടെ നിന്ന് മാതാവിൻ്റെ കിണറ്റിലെ വെള്ളം എല്ലാവരും കുപ്പികളിൽ ശേഖരിച്ചു. മാതാവ് വെള്ളം എടുത്തിരുന്ന ഒരു നീരുറവയും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ലക്ഷ്യം ബസലിക്ക ഓഫ് അനൗൺസിയേഷൻ എന്ന മാതാവിൻ്റെ വളരെ മനോഹരമായ കത്തോലിക്ക ദേവാലയമാണ്. ചെറിയ വഴികളിലൂടെ അവിടുത്തെ കടകളും വീടുകളും കണ്ടുകൊണ്ടുള്ള നടത്തം. അങ്ങകലെ അതാ മനോഹരമായ ദേവാലയത്തിൻ്റെ ദൃശ്യം കാണാൻ തുടങ്ങി. ഞങ്ങൾ ദേവാലയത്തിലെത്തി. ഇതൊരു വളരെ വലിയ മനോഹരമായ കത്തോലിക്ക ദേവാലയമാണ്. മാതാവ് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് മംഗളവാർത്ത സ്വീകരിച്ച ഗുഹാസമാനമായ മാതാവിൻ്റെ വീട് ഈ ദേവാലയത്തിനുള്ളിലാണ്. 1969 ഈ മനോഹര ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇറ്റാലിയൻ ആർക്കിടെക്റ്റുകളായ ജിയോവാനി മുസിയോ ആണ് ഇതിൻ്റെ ശില്പി. 47 രാജ്യങ്ങളിൽ നിന്നുള്ള മാതാവിൻ്റെ ഛായാചിത്രങ്ങൾ ഈ ദേവാലയത്തിൻ്റെ വിശാലമായ മുറ്റത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ദേവാലയത്തിനകത്തും. ഞങ്ങൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. 2 ലെവലുകളായാണ് ഈ മനോഹര ദേവാലയത്തിൻ്റെ നിർമ്മിതി. മാതാവിൻ്റെ വീടിരുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെയാണ് മാതാവ് മംഗളവാർത്ത സ്വീകരിച്ചത്. ആദിമകാലത്ത് ഇതൊരു സിനഗോഗായി രൂപാന്തരപ്പെടുത്തിയിരുന്നു. അതിൻ്റെ മുകളിലാണ് ബൈസൻ്റൈൻ കാലത്തൊരു ദേവാലയം പണിത്. 12-ാം നൂറ്റാണ്ട് വരെ ആ ദേവാലയം നിലനിന്നിരുന്നു. 12-13 നൂറ്റാണ്ടുകളിൽ കുരിശുയുദ്ധക്കാരുടെ ആസ്ഥാനമായിരുന്നു ഇവിടം. AD 1263 മാംലൂക്ക് ലീഡർ സുൽത്താൻ ബൈബറസ് ഇവിടെയുണ്ടായിരുന്ന പടുകൂറ്റൻ ബൈസൻ്റൈൻ ദേവാലയം നശിപ്പിച്ചു. ഇപ്പോഴത്തെ ദേവാലയം പണി കഴിപ്പിച്ചത് ഫ്രാൻസിസ്കൻ സഭയാണ്. ഞങ്ങൾ അടുത്ത നിലയിലേക്ക് പ്രവേശിച്ചു. ഈ ദേവാലയത്തിൻ്റെ മകുടം രൂപകൽപ്പന ചെയ്തത് ഒരു ലില്ലി പുഷ്പം കമഴ്ത്തി വച്ചിരിക്കുന്ന രീതിയിലാണ്. മാതാവിൻ്റെ പരിശുദ്ധിയാണിത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് യൗസേപ്പിൻ്റെ പണിശാലയിലേക്കാണ്. സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പള്ളിയുടെ പിൻഭാഗത്തുള്ള കവാടത്തിലൂടെ കയറി ഞങ്ങൾ താഴെയുള്ളൊരു ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്നു.
യൗസേപ്പ് പിതാവിൻ്റെ പണിശാലയായിരുന്നു താഴെ കാണുന്നത്. യഹൂദന്മാർ ആചാരപരമായ കുളിക്കും ക്രൈസ്തവ സ്നാനത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു കുളത്തിൻ്റെ സ്ഥലവും അവിടെ കാണാമായിരുന്നു. ഈശോ തൻ്റെ പരസ്യജീവിത കാലഘട്ടം വരെ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചത് ഇവിടെയായിരുന്നു. ഞങ്ങൾ ആ മനോഹര ദേവാലയത്തിൽ ഒരു ദിവ്യബലിയും അർപ്പിച്ചു. ഞങ്ങൾ അവിടെ നിന്നും നടന്ന് ഞങ്ങളുടെ ബസ്സിൽ കയറി. ഇനി ഞങ്ങൾ പോകുന്നത് കാനായിലേക്കാണ്. ഈശോയുടെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലം. കാനായിലെ വൈൻ വാങ്ങാനാണ് ആദ്യം പോയത്. എല്ലാവരും വൈൻ വാങ്ങി ഞങ്ങൾ തിരികെ ഹോട്ടലിലേക്ക്. ഇന്ന് ഞങ്ങൾ നസറേത്തിലാണ് താമസിക്കുന്നത്. വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണം കഴിഞ്ഞ് നിറഞ്ഞ മനസ്സോടെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി.